മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പഴയ ഒരു കേസ് കൂടി ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഒരു വർഷം മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിശ്വസ്തയായ സ്വപ്ന സുരേഷ് പറഞ്ഞ ആ വാക്കുകൾ, വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ശിവശങ്കർ സാർ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പ്രിംഗ്ലർ വിവാദത്തിനെ കുറിച്ച്. ഹ്യൂമൻ ഡേറ്റാബേസ് സെയിൽ നടന്നിട്ടുണ്ട്. ബിക്കോസ് അന്നേരം ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് പാർക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ്, കേരള ഗവൺമെന്റിന്റെ പ്രോജക്റ്റ്. വീണ വിജയൻ സ്പ്രിംഗ്ലറിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഷീ ഈസ് ദ വൺ ബിഹൈൻഡ് ഇറ്റ്. ശിവശങ്കർ സാർ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സമയമായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ്, ശിവശങ്കർ സാറിനെ സ്കേപ്പ് ഗോട്ട് ആക്കുകയാണ്, ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാവാം, അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പേ അവരുടെയൊക്കെ മുമ്പേ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പേ എറിഞ്ഞു കൊടുക്കുകയാണ് സിഎമ്മിന്റെ മകളും. ഇത് എന്നോട് തുറന്ന് വേദനയോടെ പറഞ്ഞതാണ് ശിവശങ്കർ സാർ. അന്നേരം സ്പേസ് പാർക്കിൽ നിന്ന് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യേണ്ടി വരും. ആ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും, അന്നേരം ഉടനെ തന്നെ റെസിഗ്നേഷൻ ഇടേണ്ടി വരും എന്നുള്ള ഉറപ്പ് എനിക്ക് തരിക. ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് ശിവശങ്കർ സാറിനെയാണ്. അപ്പൊ പുള്ളിക്കാരൻ എങ്ങനെ കള്ളം പറയോ? IT-യുടെ ഹെഡ് എന്തുവാ? PWC. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഞാൻ സ്പേസ് പാർക്കിൽ ജോയിൻ ചെയ്തു. എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്, 10 വരെ പഠിച്ചില്ല, അവിടെ പഠിച്ചില്ല, ഇവിടെ പഠിച്ചില്ല എന്ന്. ഹൗ ക്യാൻ ദേ ഗിവ് മീ എ ജോബ്? ഹൂ ഗേവ് മീ ദ ജോബ്? ഹൂ വാസ് റെസ്പോൺസിബിൾ? PWC വീണ വിജയന്റെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എക്സാലോജിക്കിന്റെ പാർട്ട്ണർഷിപ്പോ അതിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. നമുക്കറിയാം, കേരളത്തെ കോവിഡ് എന്നൊരു മഹാമാരി വന്ന് വിഴുങ്ങി നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ പാവം ജനങ്ങളുടെ ദൗർബല്യവും കഷ്ടപ്പാടും വിറ്റ് കാശാക്കിയ ഒരു കുടുംബമാണ് മുഖ്യമന്ത്രിയുടേത് എന്ന ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ കൂടുതൽ ശക്തി പകരുകയാണ്. അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. COVID-19 രോഗികളുടെയും സംസ്ഥാനത്ത് ക്വാറന്റൈനിൽ കഴിയുന്നവരുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനുമായിട്ടാണ് ഈ കരാർ സർക്കാർ നടത്തിയത്. മുഖ്യമന്ത്രിയുടെയും മകളുടെയും മാത്രം നിർദ്ദേശപ്രകാരം US ആസ്ഥാനമായുള്ള ടെക് സ്ഥാപനമായ സ്പ്രിംഗ്ലറുമായി സംസ്ഥാന ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറുമായ M. ശിവശങ്കരനാണ് ന്യൂജേഴ്സി ആസ്ഥാനമായുള്ള സ്പ്രിംഗ്ലറുമായി കരാറിൽ ഒപ്പുവെച്ചത്. ഒരാളോട് പോലും ചോദിക്കാതെ, നിയമ ധനകാര്യ വകുപ്പുകളിൽ നിന്ന് അനുമതി വാങ്ങാതെയുമാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. COVID-19 രോഗികളും ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവരുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ കൈകാര്യം ചെയ്യാനും അത് വിശകലനം ചെയ്യാനുമുള്ളതായിരുന്നു സ്പ്രിംഗ്ലർ. മകൾക്ക് വേണ്ടി അച്ഛൻ വിദേശ കമ്പനിക്ക് പാവങ്ങളുടെ ഡാറ്റ വിൽക്കാനായിരുന്നു തീരുമാനിച്ചത്. കാര്യങ്ങൾ പകുതിയിലെത്തിയപ്പോൾ പ്രതിപക്ഷം അത് കയ്യോടെ പിടികൂടുകയും മകൾ കുടുങ്ങുമെന്നുമായപ്പോൾ കരാർ അവിടെ റദ്ദാക്കുകയായിരുന്നു. അന്നു മുതലുള്ള ഈ തട്ടിപ്പും ഇപ്പോഴത്തെ ഈ അന്വേഷണ പരിധിയിലുള്ള മകളുടെ തട്ടിപ്പും കൂടി കൂട്ടി വായിച്ചാൽ കുറച്ചുനാൾ കൂടി അകത്ത് തന്നെ കിടക്കേണ്ടി വരും എന്നതാണ് സത്യം.